വെൽക്കം ടു ഈസി ക്ലാസ് ബൈ മൂസിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നോക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ തേർഡ് സെം ആയ ഹ്യൂമാനിറ്റീസിൻ്റെ ഇംഗ്ലീഷാണ്. ഇത് രണ്ടാമത്തെ ചാപ്റ്റർ ആയ എക്സെപ്റ്റ് ഫ്രം മൈലമ്മ ദ ലൈഫ് ഓഫ് ദ ട്രിബിൾ എക്കോ വേരിയർ ആണിന്ന് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ജസ്റ്റ് ഈ ഒരു ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷൻ ആയിരിക്കും തരാം. ഇതിൻ്റെ സമ്മറിയും അതേപോലെ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറും വേറൊരു വീഡിയോയിലായിരിക്കും അപ്ലോഡ് ചെയ്യുക. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. മൈലമ്മ ദ ലൈഫ് ഓഫ് ട്രിബൽ എക്കോ വേരിയർ, അതായത് അർത്ഥം എന്ന് പറയുന്നത് മൈലമ്മ ഒരു ആദിവാസി പരിസ്ഥിതി പോരാളിയുടെ ജീവിതം എന്ന മൈലമ്മയുടെ ജീവചരിത്രം എഴുതിയിരുന്നത് ജ്യോതിബായ് പരിയടത്താണ്. അപ്പൊ ജ്യോതിബായ് ഒരു ദളിത് ഫെമിനിസ്റ്റ്, എഴുത്തുകാരിയും ടീച്ചറുമാണ്. ഈ ഒരു ബുക്ക് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് സ്വർണലത രംഗരാജും ശ്രീജിത്ത് വർമ്മയുമാണ്. ഈ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തത് 2018-ലാണ്. ഈ ഒരു ബുക്കിൽ എന്താണ് പറയുന്നത് വെച്ചാൽ, പ്ലാച്ചിമട പാലക്കാട് കേരളത്തിലെ എരവള്ളൂർ സമൂഹത്തിൽപ്പെട്ട ആദിവാസി സ്ത്രീയായ മൈലമ്മയുടെ ജീവിതകഥയാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു സ്ത്രീ സാധാരണ ഒരു കൃഷി തൊഴിലാളിയായിരുന്നു. ശാന്തമായ ജീവിതമായിരുന്നു നയിച്ചു പോയിരുന്നത്. അതായത് നമ്മുടെയൊക്കെ പോലെ സാധാരണ ഒരു ജീവിതമായിരുന്നു മൈലമ്മയോട്. ആദ്യകാലത്ത് ഒരു ആദിവാസി സ്ത്രീ ആയിരുന്നു. അപ്പോൾ അങ്ങനെ നിൽക്കെ 2022 ഒരു സംഭവം ഉണ്ടായി. അതിന് ശേഷമാണ് ആരറിയപ്പെട്ടത്? മൈലമ്മയെ എല്ലാവരും അറിഞ്ഞത്. ആ ഒരു സംഭവമാണ് നമുക്ക് പഠിച്ചാനുള്ളത്. നമുക്ക് നോക്കാം. In 2002, Mailama became known across Kerala and India when she started a peaceful protest against the Coca-Cola factory in her village. അതായത് 2022 മൈലമ്മ അവരുടെ ഗ്രാമത്തിലെ കൊക്കോകോള ഫാക്ടറിക്കെതിരെ സമാധാനപരമായ ഒരു ചെറിയ സമരം നടന്നു. ആ സമരം കൊണ്ടാണ് കേരളത്തിലും ഇന്ത്യയിലും ആ മൈലമ്മയെ അറിയപ്പെടാൻ വേണ്ടി തുടങ്ങിയത്. അപ്പോൾ ഈ കൊക്കോകോല ഫാക്ടറി കൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണ് അവിടെ ഉണ്ടായത്? അപ്പോൾ ഗ്രൗണ്ട് വാട്ടർ, അതായത് ഒരുപാട് വെള്ളം അവിടെ നിന്ന് ഈ കൊക്കോകോല ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അതായത് ഭൂഗർഭജലം ഉപയോഗിക്കുകയും അപ്പോൾ വെള്ളം മലിനമാകുകയും, അതായത് പൊള്യൂട്ടിങ് ദ വാട്ടർ, അപ്പോൾ കോസിങ് ഹെൽത്ത് പ്രോബ്ലംസ്, അതുവഴി എന്താണ് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്ത് ആ നാട്ടിലെ ആൾക്കാർക്ക്. അതുകൊണ്ടാണ് മൈലമ്മ സമരത്തിലേക്ക് ഇറങ്ങിയത്. അപ്പോൾ സാധാരണക്കാരിയായ ഒരു സ്ത്രീ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാമെന്ന് അവരുടെ കഥ നമ്മെ കാണിക്കുന്നു. ഇനി നമുക്ക് ആ ഒരു സ്റ്റോറി നമുക്ക് നോക്കാം. In the morning, while I was trying my sari on the cloth line in the outer yard after taking a dip in the Kamblithara land, I heard a loud voice screaming from the Anganawadi. അതായത് അപ്പോൾ രാവിലെ മൈലമ്മ കമ്പിളിത്തറ കായലിൽ കുളി കഴിഞ്ഞ് പുറത്തെ മുറ്റത്ത് നനഞ്ഞ സാരി ഉണക്കാൻ വേണ്ടി അയലിലിടുമ്പോഴാണ് അംഗനവാടിയിൽ നിന്നൊരു ശബ്ദം കേട്ടത്. ഇവിടെ ക്ലോത്ത് ലൈൻ എന്ന് ഉദ്ദേശിക്കുന്നത് അയില്, അതായത് നമ്മൾ ഉണക്കാൻ ഇടുന്ന അയിലിനെയാണ് ക്ലോത്ത് ലൈൻ എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി പറയുന്നത് അവിടുത്തെ ഒരു കാലാവസ്ഥയും അതേപോലെ എന്തുകൊണ്ടാണ് കമ്പിളിത്തറ കായലിൽ തന്നെ കുളിക്കാൻ പോകുന്നത്, അതിനൊക്കെ പറ്റിയാണ് ഇനി മൈലമ്മ പറയുന്നത്. അതായത് ഒരു കുംഭമാസത്തിന്റെ തുടക്കമായിരുന്നു. ഇറ്റ് വാസ് ദ ബിഗിനിങ് ഓഫ് ദ കുംഭ മന്ത്. ദ സമ്മർ ഹീറ്റ് ആൻഡ് റെഡ് ഈസ് സെറ്റ് ഇൻ. അതായത് വേനൽ ചൂട് നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു കുംഭമാസത്തില്. ഇനി മൈലമ്മ ചിന്തിക്കാണ്, ഈ ഒരു വേനൽ മാസത്തിൽ ജലക്ഷാമം ഇല്ലാതാക്കിക്കാണ്ട് രണ്ട് നല്ല മഴയെങ്കിലും കിട്ടിയാൽ മതീനി എന്ന് മൈലമ്മ ചിന്തിക്കാണ്. അപ്പോൾ ഈ ഒരു കായലിലാണ് മൈലമ്മ കുളിക്കാൻ പോകുന്നതല്ലേ. അപ്പോൾ ആ ഒരു വെള്ളം എന്ന് പറയുന്നത് എന്ത് വെള്ളമാണ്? ചളിവെള്ളമാണ്. അപ്പോൾ അതിൽ കുളിച്ചിട്ടും കാര്യമൊന്നും ഇല്ല എന്ന് വിചാരിക്കാണ്. അപ്പോൾ ഉണങ്ങി കഴിഞ്ഞാലും പായലിൽ നിന്നുള്ള ദുർഗന്ധം വസ്ത്രങ്ങൾ പറ്റി പിടിച്ചിരുന്നു. ഇനി ലച്ചുമിയുടെ മകനായിക്കാണ്ടില്ലേ മുരുകന്റെ പെണ്ണ്, അതായത് മരുമകളായിക്കാണ്ടില്ലേ ലച്ചുമി പറയാണ് അമ്മനോട്, അമ്മക്ക് ഈ ഒരു കിണർ വെള്ളം പോരാ എന്ന് തോന്നുന്നു. ആ വൃത്തികെട്ട കുളത്തിൽ മുങ്ങി കുളിച്ചാൽ മാത്രമേ അമ്മക്കൊരു സന്തോഷം തോന്നൂ എന്ന് അപ്പം മൈലമ്മയോട് പറയാണ്. അപ്പൊ അവൾ പറഞ്ഞു ശരിയാണ്, ചെറുപ്പം മുതലേ ഉള്ള എൻ്റെ ഒരു ശീലമായിരുന്നു ഇത് മൈലമ്മയുടെ. അപ്പൊ കിണർ വെള്ളം കണ്ണുനീർ തുള്ളികൾ പോലെ തെളിഞ്ഞിരുന്നുവെങ്കിലും പോലും ഞാൻ കുളത്തിൽ മാത്രമേ കുളിക്കൂ. അപ്പൊ കിണറ്റിൽ നിന്ന് ഒരു മൺപാത്രം ഉപയോഗിച്ച് വെള്ളം കോരുന്നതും കുളിക്കുന്നതും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മോശം മാർഗമായിരുന്നു. ഈ ഒരു രീതിയിൽ അപ്പൊ കുളിക്കുന്നത് എനിക്കൊരു സംതൃപ്തിയും നൽകിയില്ല. ആര് പറയാണ്? മൈലമ്മ പറയാണ്. അതായത് ആ ഒരു കമ്പളിത്തറ കായൽ എന്ന് പറഞ്ഞാൽ എന്താണ്, വെള്ളം വറ്റി നിൽക്കാണല്ലേ, വെള്ളം വല്ലാതില്ല. അതുകൊണ്ട് തന്നെ ചളിവെള്ളമാണ് അതിലുണ്ടായത്. എന്നാലും മൈലമ്മ എവിടെ പോയിക്കാണ്ട് കുളിക്കലു? കായലിൽ പോയിക്കാണ്ട് മാത്രമേ കുളിക്കാറുള്ളൂ. അതുകൊണ്ട്
അതുകൊണ്ടാണ് അപ്പൊ ലച്ചുമ്മയ്ക്കടെ മരുമകൾ അങ്ങനെ പറഞ്ഞത് കിണറ്റിലെ വെള്ളം കുളിച്ചാൽ പോരെ എന്ന് ചോദിക്കുന്നത്. The commotion near the Anganwadi was increasing. The loudest voice that I would hear was that of Selvi, my neighborhood Papati granddaughter. അപ്പോൾ അംഗനവാടിക്ക് സമീപം ബഹളം കൂടിക്കാണ്ട് വന്നു. അപ്പോൾ മൈലമ്മയുടെ അയൽവാസിയായ പപ്പാത്തിയുടെ കൊച്ചുമകൾ സെൽവിയുടേതാണ് ആ ഒരു സൗണ്ട് എന്ന് മൈലമ്മക്ക് മനസ്സിലായി. കൂടുതൽ ഒച്ചയില്ല സൗണ്ട് കേട്ടോ. അപ്പോൾ ആരാണ് തിരികെ മറുപടിയൊക്കെ പറയുന്നത്? അപ്പോൾ ചെല്ലമ്മ എന്ന് പറഞ്ഞ അംഗനവാടിത്തെ ഹെൽപ്പറാണ് ആ ഒരു സെൽവിയോട് അപ്പോൾ മറുപടി തിരിച്ച് പറയണത് കേട്ടോ. അപ്പോൾ പോയി അന്വേഷിക്കാൻ വേണ്ടി മൈലമ്മ ബാക്കിയുള്ള വസ്ത്രങ്ങളൊക്കെ പെട്ടെന്ന് അയലിലേക്ക് ഇട്ടു. അപ്പോൾ പുറത്തെ മുറ്റത്തുള്ള നീം ട്രീ, അതായത് വേപ്പിന്റെ ഇലന്റെ ചുവട്ടിൽ ആളുകളൊക്കെ കൂടി നിൽക്കുന്നത് കണ്ടു. അപ്പോൾ തികഞ്ഞ ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു എല്ലാവർക്കും. അപ്പോൾ അവിടെ പുതിയതായി വന്ന രോഹിണി ഭയന്നു വിറച്ച് ആ ഒരു ശബ്ദത്തിൽ നിന്ന് അകലം പാലിച്ചു. അപ്പോൾ എല്ലാവരും എന്താണ് എന്ന് നോക്കി നിൽക്കാണ്. അപ്പോൾ ആണ് ആര് പറയുന്നത്? ആ ഒരു സെൽവി പറയുന്നത്. ചെല്ല എന്ന് പറയുന്നത് അവിടുത്തെ അംഗനവാടിത്തെ ഹെൽപ്പറാണ്. അപ്പൊ ഏണ്ടി നിന്നെ പോലെ ഉള്ളവർ എന്തിനാണ് ജോലിക്ക് വരുന്നത്? ശുദ്ധജലം ഉപയോഗിച്ച് ചോറ് കുഴമ്പ് ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ നീ എന്താ ഈ ഒരു ജോലിയിൽ നിൽക്കുന്നത്? ചോറ് പോലും ശരിക്ക് പുഴുങ്ങാൻ പറ്റിയില്ലെങ്കിൽ നീ എന്താണ് ചെയ്യുന്നതെന്ന് തോന്നുന്നു? പൊയ്ക്കോ, നിനക്ക് പണിയെടുക്കാൻ ഇതൊന്നും സ്ഥലമല്ല എന്ന് ദേഷ്യത്തോടെ പറയാണ്. കാരണം ആ കുട്ടികൾക്ക് വയറുവേദന ഉണ്ടായത് അവിടുത്തെ ഫുഡ് കഴിച്ചിട്ടാണ് എന്നാണ് ആര് വിചാരിക്കുന്നത്? അവിടെയുള്ളവർ വിചാരിക്കുന്നത്. Somehow I calmed Selvi down and asked her what the matter was. അപ്പോൾ ഒരുവിധം ഞാൻ സെൽവിയെ സമാധാനിപ്പിച്ചാണ്ട് എന്താണ് അവിടെ നടക്കുന്ന പ്രശ്നമെന്ന് സെൽവിനോട് ചോദിച്ചു. അപ്പോൾ സെൽവി മൈലമ്മയോട് പറയാണ്, ടെൽ മീ മൈലാത്ത, ആർ ദ ആയ ആൻഡ് ദ ടീച്ചർ ഡൂയിങ് സച്ച് എ ടഫ് ജോബ്? അപ്പോൾ ദേ ഹാവ് നോട്ട് ക്ലീനർ ദ റൈസ് വെൽ ഓർ ബ്ലോയിഡ് ദ കേർൽ പ്രോപ്പർലി. ഓൾ ദ കിഡ് വേർ ആർ സഫറിങ് ഫ്രം ദ സവർ സ്റ്റൊമക്. ഇഫ് ദേ cannot do the work properly, why do not they leave? അപ്പോൾ that is what I was trying to tell them. അപ്പോൾ സെൽവി എന്താണ് പറയുന്നത്? അപ്പോൾ പറയും മയിലാട്ട, ആയയും ടീച്ചറും ഇങ്ങനെ ഒരു പണിയാണോ ചെയ്യുന്നത്? ചോറ് നല്ലവണ്ണം വൃത്തിയാക്കിയില്ല, ചോറ് നന്നായി തിളപ്പിച്ചില്ല, ഇവിടെയുള്ള കുട്ടികൾക്കെല്ലാം കടുത്ത വയറുവേദനയാണ്. ജോലി ശരിയാം വിധം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോയാ പോരെ? അതാണ് ഞാൻ അവരോട് പറയാൻ ശ്രമിക്കുന്നത് എന്നാണ് അപ്പോൾ സെൽവി മൈലമ്മയോട് പറയുന്നത്. അപ്പോൾ സെൽവി പറഞ്ഞത് ശരിയാണ്. അപ്പോൾ ഇന്നലെ കോളനിയിലെ 2-3 കുട്ടികൾ വയറിളക്കം പിടിപെട്ടു. ഇന്ന് രാവിലെ എൻ്റെ മകൾ അപ്പോൾ ദൈവാന അതിനെക്കുറിച്ച് പരാതിപ്പെടുന്നത് ഞാൻ കേട്ടു. കുറച്ചു കാലമായി ഭക്ഷണം കഴിച്ച് വയറിന് സുഖമില്ലെന്ന് അവൾ പറഞ്ഞു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അപ്പോൾ മൈലമ്മ പറയാണ്. അപ്പോൾ മുതിർന്നവർക്കും ഇതേ പ്രശ്നം ഉള്ളതായി തോന്നി എന്നും അപ്പോൾ ഇത് സൂചിപ്പിക്കാണ്. ചോറും ചേനയും കുറേ നാളുകളായി അപ്പോൾ കയ്പേറിയതാണ്. പരിപ്പ് എത്ര നേരം വേവിച്ചാലും പാകം ചെയ്യാൻ തോന്നുന്നില്ല. അതായത് എന്താണ് പരിപ്പൊക്കെ എത്ര വേവിച്ചിട്ടും എന്താണ് പാകത്തിനായി വരുന്നില്ല എന്ന് പറയാണ്. അപ്പോൾ വെള്ളവുമായി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? അപ്പോൾ എന്നാൽ ഇതെങ്ങനെ സാധ്യമായി? We have been cooking for so many years using the same water. It is not just us. The people of Plachimada colony has also been using water from the same panchayat well for cooking and drinking. അപ്പോൾ ഇതിൽ പറയുന്നത് ഇതേ വെള്ളം ഉപയോഗിച്ചാണ് ആ മൈലമ്മ എല്ലാവരും അപ്പോൾ പാചകം ചെയ്തിരുന്നത്. അപ്പോൾ അവർ മാത്രമല്ല ആ പഞ്ചായത്തിലില്ല, അതായത് പ്ലാച്ചിമട കോളനിയിൽ എല്ലാവരും ആ ഒരു വെള്ളം ഉപയോഗിച്ചാണ്, അതായത് ആ ഒരു കിണറ്റിലെ വെള്ളമാണ് പാചകത്തിന് കുടിക്കാനും വേണ്ടി അവർ ഉപയോഗിച്ചത് എന്നാണ് അപ്പോൾ മൈലമ്മയുടെ ബയോഗ്രാഫിയിൽ പറയുന്നത്. അപ്പോൾ ഇറ്റ് ട്രോ സെൽവി വുഡ് നോട്ട് കീപ് ക്വയറ്റ്. അപ്പോൾ ഇതൊക്കെ കേട്ടു സെൽവി മിണ്ടായിരുന്നില്ല. ഷീ വാസ് ക്രിയേറ്റിംഗ് എ ഹലബല്ലു. അവളൊരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കാണ്. അപ്പോൾ ഐ ഗോട്ട് ആംഗ്രി. അപ്പോൾ മൈലമ്മക്ക് എന്താണ് ദേഷ്യം വരാണ്. ദ ഗേൾ സിംപ്ലി വുഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ്. ആ ഒരു പെണ്ണ് എന്നിട്ടും എന്താണ് മനസ്സിലാക്കണില്ല എന്ന് പറയാണ്. കാര്യങ്ങളൊക്കെ ഇത്രയും പറഞ്ഞിട്ട് അതേപോലെ തന്നെ ആ അംഗനവാടി ടീച്ചർ അവിടെ പേടിച്ച് നിൽക്കാണ്. പക്ഷേ ചെല്ലക്ക് എന്താണ് ആ ഹെൽപ്പറിന് എന്താണ് അൺഫെസറാണ്, അതായത് ഒരു പതറാതെ ഒരു പേടിയുമില്ലാതെ അവിടെ നിൽക്കാണ്. ഇനി അംഗനവാടി ഹെൽപ്പറായ ചെല്ലയെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ 16 വർഷം മുമ്പാണ് ചെല്ല വണ്ടിത്താവളത്തിൽ നിന്ന് ജോലിക്കായി പ്ലാച്ചിമട പഞ്ചായത്തിലേക്ക് എത്തിയത്. അപ്പോൾ നാടകങ്ങളിൽ അഭിനയിച്ച് അവർ തൻ്റെ ജോലിക്ക് അനുബന്ധമായി. അപ്പോൾ ഒഴിവ് കിട്ടുമ്പോഴെല്ലാം അപ്പോൾ മൈലമ്മ എവിടെ പോകുമായിരുന്നു? അംഗനവാടി പോകുമായിരുന്നു. അപ്പോൾ ചെല്ല എന്നെ നാടകങ്ങളും പാട്ടുകളും പരിചയപ്പെടുത്തി എന്നും അതിൽ പറയുന്നുണ്ട്. അപ്പോൾ സീതാപതി, സാവിത്രി, ചന്ദ്രമതി എന്നീ കഥാപാത്രങ്ങളെ ആ ഒരു ഹെൽപ്പർ പാടുകയും അവതരിപ്പിക്കുകയും ചെയ്യുമായിരുന്നു അത്രേ.
എന്നിട്ട് മൈലമ്മ പറയാണ് ഹെൽപ്പറായ ചെല്ലയോടും പിന്നെ അതേപോലെ ടീച്ചറിനോടും പറയാണ്, ദയവ് ചെയ്ത് വിഷമിക്കണ്ട, അവർ തന്നെ 2 ദിവസത്തേക്കുള്ള അരിപ്പൊടി തയ്യാറാക്കട്ടെ, തെറ്റ് നിങ്ങളുടേതല്ലെന്ന് അവർ മനസ്സിലാക്കുകയും ചെയ്യട്ടെ എന്ന് പറയാണ് മൈലമ്മ. അതായത് ആ നിൽക്കുന്നവരൊക്കെ എന്താക്കട്ടെ എന്ന് പറയാണ്, അപ്പൊ ഫുഡ് ഉണ്ടാക്കിക്കോട്ടെ എന്ന് പറയാണ്. ഇനി 2 ദിവസത്തേക്ക് ഹെൽപ്പർ ഒന്നും ചെയ്യണ്ട എന്നാണ് മൈലമ്മ പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മൈലമ്മ പറഞ്ഞിട്ടും കൂടി ആരും എന്താട്ടില്ല, ആ സെൽവി പറയുന്നതാണ് വിശ്വസിച്ചത്. അതായത് സെൽവിയും മറ്റും പറയുന്നതിലും സത്യമുണ്ടെന്ന് അംഗനവാടി കുട്ടികളുടെ അമ്മമാര് അപ്പൊ വിശ്വസിക്കുകയും എന്നിട്ട് അവരെ കുറ്റം പറയുകയാണ് ചെയ്തത്. അത് ചെല്ലയും ടീച്ചറിനും കുറ്റം പറയാണ് ബാക്കി അമ്മമാരൊക്കെ ചെയ്തത് എന്നാണ് പറയുന്നത്. അപ്പൊ തൽക്കാലം അപ്പൊ തർക്കത്തിൽ മധ്യസ്ഥത വഹിച്ചെങ്കിലും അപ്പൊ മനസ്സിന് സമാധാനം ഉണ്ടായിരുന്നില്ല ആർക്ക്, ആ ഒരു മൈലമ്മക്ക്. അപ്പൊ എന്തോ പ്രശ്നമുണ്ടെന്ന് എന്നോട് പറഞ്ഞു. മറ്റുള്ളവരും ഇതേക്കുറിച്ച് സംസാരിച്ചില്ല. പക്ഷെ അവരും ഇതേ സംശയത്തിൽ പെട്ടിരുന്നുവെന്ന് എനിക്കറിയാം. കുറെ നാളുകൾക്ക് ശേഷമാണ് കോളനിയിലുള്ള ഞങ്ങൾക്കെല്ലാം എന്താണ് പ്രശ്നമെന്ന് മനസ്സിലാവുന്നത്. അപ്പൊ ഈ ഒരു പ്രശ്നം നടന്നതിന് ശേഷമാണ് ഈ മൈലമ്മ ആരാണെന്നും ഈ നാട്ടിന് വേണ്ടി മൈലമ്മ എന്താണ് ചെയ്തതും എന്നൊക്കെ ഉണ്ടാവണത് ട്ടോ. അപ്പോൾ മൈലമ്മയുടെ ഇത്രയും ബയോഗ്രാഫിയാണ് നമ്മുടെ ടെസ്റ്റിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ഒരു ചുരുക്കി എന്താണ് ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഈ പ്ലാച്ചിമട എന്ന പഞ്ചായത്തിൽ ഒരു ഫാക്ടറി വരാണ്. എന്ത് ഫാക്ടറിയാണ്? കൊക്കക്കോല ഫാക്ടറി. അപ്പൊ അതിൽ നിന്ന് ആ ഒരു ഫാക്ടറിക്ക് ഒരുപാട് വെള്ളം ആവശ്യമുണ്ടായിരുന്നു. കൊക്കക്കോല ഉണ്ടാക്കാണല്ലോ. അവിടെ ഒരുപാട് വെള്ളം ആ ഒരു കായലിൽ നിന്നും അതേപോലെ കിണറിൽ നിന്നും എല്ലാമാണ് ശേഖരിച്ചിരുന്നത്. അപ്പൊ അവരെ ശേഖരിക്കും. അതിൽ നിന്ന് വരുന്ന മലിനജലം എന്താ കാട്ടിയത്? ആ ഒരു പുഴയിലേക്ക് ഒഴുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു മലിനമായ ആ ഒരു പുഴയിലെ വെള്ളം എല്ലാ വെള്ളമുള്ള സ്രോതസ്സിലേക്ക് എത്താണ്. അതായത് എങ്ങനെയാണ് ഇപ്പോ അവിടെ ആകെ ഒരു കിണറേ ഉള്ളൂ ആ ഒരു പഞ്ചായത്തില്. അപ്പൊ ആ ഒരു പഞ്ചായത്തിൽ ആ ഒരു കിണറിൽ നിന്നാണ് എല്ലാവരും വെള്ളം എടുക്കുന്നത് കുടിക്കാനും കുളിക്കാനും എല്ലാം. അപ്പൊ ആ ഒരു വെള്ളം എന്താവാണ് മലിനമാകാണ് ചെയ്യുന്നത്. വേറൊരു കളറിൽ ഒരു കേടായിട്ട് വെള്ളമാവാണ്. ആ ഒരു വെള്ളം കൊണ്ട് എല്ലാവർക്കും അസുഖങ്ങൾ വരാണ് ചെയ്യുന്നത്. ഇതിനെതിരെയാണ് മൈലമ്മ എന്ത് വെക്കുന്നത്, സമാധാന സമരം ചെയ്തത്. എന്നിട്ട് എന്താക്കി ആ ഒരു കൊക്കക്കോല ഫാക്ടറി പൂട്ടിക്കാണ് ചെയ്തത്. ആ ഒരു സംഭവമാണ് ട്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കഥ എന്താണ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിന്റെ ഒരു സമ്മറി ഞാൻ വേറെ തന്നെ ചെയ്യും ട്ടോ. ഇപ്പൊ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് എക്സ്പ്ലനേഷൻ അല്ല നടത്തിയത്. ഇനി ഇതിന്റെ സമ്മറിയും അതേപോലെ ക്വസ്റ്റ്യൻ ആൻസറും ഞാൻ വേറൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്.